ഭാഗ്യവാനായ മാത്യൂസ് മാർ ബർന്നബാസ് തിരുമേനിയുടെ അനുസ്മരണത്തിലാണ് നമ്മളിപ്പോൾ. ഇത് നമ്മൾ പലവരും കേട്ടിട്ടുള്ളതാണ്, ഈ ഭാഗ്യവാൻ എന്നൊരു പ്രയോഗം. അത് ലോകപരമായ അർത്ഥത്തിൽ ഫോർച്യൂൺ എന്ന അർത്ഥത്തിലേ അല്ല. ബഥനിയിലെ മാർത്തായും മറിയാം, അതിൽ മറിയാമിനെ ശ്ലാഘിച്ച് അംഗീകരിച്ചുകൊണ്ട് യേശു ക്രിസ്തു കൊടുത്ത സർട്ടിഫിക്കറ്റാണ് ഭാഗ്യം എന്നത്. മറിയാം നല്ല ഭാഗം തിരഞ്ഞെടുത്തിരിക്കുന്നു. ലോകത്തിൽ നമ്മുടെ മുമ്പിൽ, എല്ലാവരുടെയും മുമ്പിൽ പല സാധ്യതകളുണ്ട്, പല ഓപ്ഷൻസ് ഉണ്ട്. അതിൽ നമുക്ക് താല്പര്യമുള്ളത് തിരഞ്ഞെടുക്കാം. അത് മനുഷ്യ സ്വാതന്ത്ര്യത്തിൻ്റെ പ്രയോഗമാണ്. അങ്ങനെ തിരഞ്ഞെടുക്കുന്നതിനെ ആശ്രയിച്ചാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഗുണപരമായ മേന്മയും ഭാവിയും. അതിലേറ്റവും ഉത്തമം എന്ന നല്ല ഭാഗം തിരഞ്ഞെടുക്കുന്നയാളല്ലേ ഭാഗ്യവാൻ അഥവാ ഭാഗ്യവതി. അങ്ങനെ വേണം ഫോർച്യൂൺ എന്നതിനെ നിർവചിക്കാൻ. ഇന്ന് പ്രാതസ്മരണീയനായ ബർന്നബാസ് പിതാവ്, അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഇതുപോലെ പല ഓപ്ഷൻസ് ഉണ്ടായിരുന്നു, ആത്മീയവും ഭൗതികവും ആയ. അതിലേറ്റവും ഉത്തമം എന്ന് അദ്ദേഹത്തിന് തോന്നിയത് തിരഞ്ഞെടുത്ത യഥാർത്ഥ സ്വാതന്ത്ര്യം അതാണല്ലോ. ഏറ്റവും നല്ലത് തിരഞ്ഞെടുക്കാൻ പരപ്രേരണ കൂടാതെ തിരഞ്ഞെടുക്കുന്നതിൻ്റെ പേരാണ് പൂർണ്ണമായ സ്വാതന്ത്ര്യം. അത് പ്രയോഗിച്ച ഒരാളാണ് ബർന്നബാസ് തിരുമേനി. അതുകൊണ്ട് ആരെയും ബോധ്യപ്പെടുത്തേണ്ട ആവശ്യം അദ്ദേഹത്തിനുണ്ടായിരുന്നില്ല, ആരോടും ഭൗതികമായ കടപ്പാടുണ്ടായിരുന്നില്ല. സർവസ്വതന്ത്രനായി അദ്ദേഹം ജീവിച്ചു. അദ്ദേഹത്തെ അമേരിക്ക ഭദ്രാസനത്തിലേക്ക് അയക്കുമ്പോൾ പലർക്കും വളരെയേറെ ആശങ്കയുണ്ടായിരുന്നു, ഇതുപോലെ പോയാൽ വിജയിക്കുകയില്ല. അപ്പോൾ വളരെ പരിണിതപ്രജ്ഞനായ പൗലോസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനിയാണ് പറഞ്ഞത്, ഇദ്ദേഹത്തെ തന്നെ അയക്കണം. ഡോളർ കണ്ടാൽ മയങ്ങുകയില്ല. അത് അക്ഷരാർത്ഥത്തിൽ നടന്നു. ഡോളറല്ല, ഒരു മനുഷ്യനും അദ്ദേഹത്തെ മയക്കിയില്ല. അതുകൊണ്ട് അദ്ദേഹം അവിടെ പോയി പലതുമായി ബന്ധപ്പെടാതെ എന്നാൽ ബന്ധപ്പെട്ടു. അദ്ദേഹം കഴിഞ്ഞുകൂടിയപ്പോൾ ഇങ്ങനെ ചേമ്പലെ വെള്ളം വീഴുന്ന പോലെ മനുഷ്യന് ജീവിക്കാൻ സാധിക്കുമോ എന്ന് അവിടെയുള്ള പ്രവാസികളായ മലയാളികൾ പോലും അമ്പരന്ന് പോയി. പലരും എഴുതിത്തള്ളും. ഇങ്ങനെയുള്ളവരെ സാമാന്യമായി നമ്മൾ എഴുതിത്തള്ളും, ഇവരെ കൊണ്ടൊന്നിനും കൊള്ളുകയെന്ന് പറയും. അങ്ങനെയല്ല, അവർക്ക് ഉള്ളിൽ കാമ്പുള്ളവരാണ്. അങ്ങനെയൊക്കെ പറയാൻ കാരണം, അമേരിക്ക ഭദ്രാസനത്തിൽ നമ്മൾ മുമ്പ് കേട്ടിട്ടുള്ളതുപോലെ ബർന്നബാസ് തിരുമേനിയുടെ ഇടയത്ത ശുശ്രൂഷയുടെ കാലത്ത് 2.5 ഡസൻ ഏകദേശം ചെറുപ്പക്കാർ അദ്ദേഹത്തിൻ്റെ കൂടെ കൂടിയത് എങ്ങനെയാണെന്ന് ഇന്നും ഒരു മഹാത്ഭുതമാണ്. അതിന് മുമ്പോ പിമ്പോ അങ്ങനെ സംഭവിച്ചിട്ടില്ല, ഇപ്പോഴും ഇല്ല. ഇത്രയധികം ചെറുപ്പക്കാർ ഈ ബർന്നബാസ് തിരുമേനിയുടെ കൂടെ എങ്ങനെ കൂടി? അവർക്ക് പറഞ്ഞുകൂടെ എന്താണ് അവരെ അങ്ങോട്ട് ആകർഷിച്ചതെന്നുള്ളത്. അവർ മിക്കവാറും പേരുന്ന വൈദികരായി. അവർക്ക് തിരിഞ്ഞു നോക്കിയാൽ അവരുടെ സ്മരണകൾ നമ്മൾ ആരും നിർവചിക്കുന്നത് പോലെ അല്ല. അവരെ എന്തോ അഭൗമമായ എന്തോ ഒരു ആത്മീക സൗന്ദര്യം എന്ന് തന്നെ പറയണം. ബർന്നബാസ് തിരുമേനിക്ക് ആത്മാവിൻ്റെ സൗന്ദര്യമുണ്ടായിരുന്നു. അതാണ് ഈ ചെറുപ്പക്കാർ 10-25 പേരെ അദ്ദേഹത്തിൻ്റെ നേർക്ക് ആകർഷിച്ചത്. എന്നാൽ ഇന്ന് നമ്മൾ നമ്മുടെ നിലയിൽ നോക്കിയാൽ, അന്നും നോക്കിയാൽ അദ്ദേഹം ഒരു കൃശഗാത്രനായ സൂചിയാരൂപിയായ സൂചി പോലെ ഇരിക്കുന്നത് സൂചിയാരൂപിയായ ആളാണ്.
പറഞ്ഞാൽ മുഴുവൻ തിരിയത്തില്ല. ഇംഗ്ലീഷ് പറഞ്ഞാൽ ഒരു ഗ്രാമർ പശവും കൂടാതെ കൃത്യമായി പറയും. പക്ഷേ അമേരിക്കക്കാർക്ക് മനസ്സിലാവില്ല. മലയാളം പറഞ്ഞാൽ നല്ല മലയാളം പറയും, അത് പിടി കിട്ടുകയല്ല. പിന്നെ എങ്ങനെ വിജയിച്ചു അറിഞ്ഞുകൂടാ. ഈ പള്ളി വിശുദ്ധരായ മാർ പത്രോസ്, മാർ പൗലോസ് എന്നീ ശ്ലീഹന്മാരുടെ നാമത്തിൽ പ്രതിഷ്ഠിക്കപ്പെട്ടതാണ്. നമ്മൾ ചിന്തിക്കാത്ത ഒരു കാര്യമുണ്ട്. പത്രോസ് ശ്ലീഹായുടെയും പൗലോസ് ശ്ലീഹായുടെയും ചില ഗുണവിശേഷങ്ങൾ ഒന്നിച്ച് ഒഴുകി വന്ന് ചേർന്നിട്ടുണ്ട് ഈ പിതാവിൽ. ക്ഷിപ്രകോപിയാണ്. പൊടുന്നനവെ അദ്ദേഹം പ്രതികരിക്കും, അതേ ഉള്ളൂ, അതിനപ്പുറത്തോട്ടൊന്നുമില്ല. മനസ്സിൽ അങ്ങനെ കോപമോ വിദ്വേഷമോ സൂക്ഷിച്ചു വെക്കാത്ത അപൂർവമായ ഒരു മനുഷ്യൻ. അതേസമയം അദ്ദേഹത്തിൻ്റെ പേരിനൊത്തവണ്ണം പ്രബോധനം തൻ്റെ ചുമതലയാണെന്ന് എവിടെയായാലും അത് മനസ്സിലാക്കി പ്രബോധിപ്പിച്ചുകൊണ്ടേയിരിക്കും, നമ്മളുടെ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും. അങ്ങനെ അദ്ദേഹം എല്ലാ സന്ധ്യാപ്രാർത്ഥനയിലും പ്രഭാതത്തിലും ഒരാൾ കൂടെ മാത്രമേ നമസ്കരിക്കാനുള്ളൂ എങ്കിലും പ്രബോധനം മുടങ്ങാറില്ല. അത് ചിലപ്പോൾ അവിടെ കൂടെ നിൽക്കുന്ന ആളിനെ വളരെ അരോചകമായി തോന്നാം, പക്ഷേ അദ്ദേഹം പിന്മാറുകയില്ല. പ്രബോധനം അദ്ദേഹത്തിൻ്റെ ആത്മാവിൽ ഉൾച്ചേർന്നിരിക്കുന്ന ഒന്നാണ്. അതുകൊണ്ടായിരിക്കാം. അത് പൗലോസ്ലീഹായുടെ വിശേഷമാണ്. സന്ദർഭം അനുസരിച്ച് ചിന്തിക്കാനും പഠിക്കാനും എഴുതാനും അതിൻ്റെ നല്ല അംശങ്ങളൊക്കെ ഇദ്ദേഹം ഒരു കാര്യം ഇതുപോലൊരു കസേരയിൽ ഇങ്ങനെ ചടഞ്ഞിരുന്നു കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു എഴുത്തുണ്ട്. മേശയെ വെച്ചല്ല എഴുതുന്നത്, പടിയിൽ വെച്ച്. അത് എഴുതി 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 ചിലപ്പോൾ അവിടെ ഇരുന്ന് ഉറങ്ങും. നമ്മളാരെങ്കിലും ചെന്നാൽ ഇത് കാണിക്കും നമ്മളെ. ഇതെങ്ങനെയുണ്ട്, നല്ലതാണോ എന്ന് ചോദിക്കും. മോശമാണെന്ന് പറയാൻ ആർക്കും ധൈര്യം ഉണ്ടായിട്ടില്ല അന്നും ഇന്നും. നല്ലതാണെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് സന്തോഷമുണ്ടാകും. അതും ഒരു വൺ ട്രാക്ക് തിങ്കിങ് ആണ് അദ്ദേഹത്തിന്. ഭാഗ്യവർണ്ണന ഉണ്ടല്ലോ സുവിശേഷത്തിൽ യേശു ക്രിസ്തു പറഞ്ഞത്, വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ, ബിയാറ്റിറ്റ്യൂഡ്സ്. അപ്പോൾ അതിനകത്ത് ഇങ്ങനെയുള്ളവർ ഭാഗ്യവാന്മാർ, അങ്ങനെയുള്ളവർ ഭാഗ്യവാന്മാരെന്ന് എഴുതും. ഇതിൻ്റെ ഒരു എക്സ്റ്റൻഷനാണ് അദ്ദേഹം എഴുതിക്കൊണ്ടിരിക്കുന്നത്. പലപ്പോഴും യേശു ക്രിസ്തു പറഞ്ഞതിൻ്റെ ഒരു 3 ഇരട്ടി ഭാഗ്യവർണ്ണന അദ്ദേഹം എഴുതി. അതൊക്കെ വളരെ ലളിതമാണ്. അദ്ദേഹത്തിൻ്റെ മനസ്സിലെ സുതാര്യമായ ചിന്തകൾ ആലേഖനം ചെയ്ത് വെക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. വേറെ ഒന്നിനും ഒരു പണിക്കും പോവുകയല്ല വേറെ. അപ്പോൾ എഴുതുക, തുടർച്ചയായി വായിക്കുക, വിമർശനപരമായി വായിക്കുക, ഇത് അദ്ദേഹത്തിൻ്റെ നിത്യേനയുള്ള ജോലിയുടെ ഭാഗമായിരുന്നു. ആർക്കും അതുകൊണ്ട് ഒരു വിദ്വേഷവും ഉണ്ടായിട്ടില്ല. അതേസമയം തന്നെ പെട്ടെന്ന് പ്രതികരിക്കും. അദ്ദേഹത്തിൻ്റെ ചിന്താഗതിക്ക് ചേരാത്ത എന്തെങ്കിലും ഒരു കാര്യം കണ്ടാൽ അപ്പം തന്നെ പറയും. അതുകൊണ്ട് പല പള്ളിയിൽ അമേരിക്കയിൽ ഇവിടുത്തെ ഒരു രീതി അല്ലല്ലോ അമേരിക്കക്കാർക്കുള്ളത്. അപ്പോൾ അദ്ദേഹം അവിടെ ചെന്നപ്പോൾ കുർബാനയ്ക്ക് അടുത്ത് തന്നെ അച്ഛന്മാരോട് ഭയങ്കരമായിട്ട് ക്ഷോഭിക്കും. ഇതെന്താ ഇങ്ങനെ, അതെന്താ എങ്ങനെ. പരുമലപ്പള്ളിയിൽ ചെന്നാൽ 3 കുരിശ് കണ്ടപ്പോൾ പറയും, യേശു ക്രിസ്തുവിനെ ഒറ്റ കുരിശല്ല കുരിശിച്ചത്, പിന്നെ എന്തിനാ 3 വെറുതെ മാറ്റാൻ പറയും. കൊച്ചാപ്പൻ ചേട്ടൻ അതിലെ ചുമന്ന് താഴെ കൊണ്ട് വെക്കും. ഭരണകാസിലേക്ക് പോയെങ്കിൽ തിരിച്ച് അതുപോലെ തന്നെ വെക്കും. അതുകൊണ്ടൊന്നും ആർക്കും വിദ്വേഷം ഉണ്ടായിട്ടില്ല. ചിലപ്പോൾ ചില മിടുക്കന്മാരായ അച്ഛന്മാർ കുർബാന തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ചെവി ചെന്ന് പറയും, ദേഷ്യപ്പെടുകയാണെങ്കിൽ കുർബാന കഴിഞ്ഞിട്ടേ ആകാവൂ, ഞാനിവിടെ തന്നെ കാണും എന്ന്. അത് അതുപോലെ ചെയ്യുകയും ചെയ്യും അദ്ദേഹത്തെ. അങ്ങനെ ആരോടും കടുപിടുത്തമൊന്നുമില്ല. പക്ഷെ പറയുന്നത് വിട്ടുവീഴ്ചയില്ലാതെ പറഞ്ഞുകൊണ്ടേയിരിക്കും. എന്താണ് സാരം? യേശു ക്രിസ്തുവിൻ്റെ പറഞ്ഞ ബിയാറ്റിറ്റ്യൂഡ്സ്, പർവ്വത പ്രഭാഷണം തുടങ്ങുന്നത് ഒരു പക്ഷേ ഈ ഭരണവാസിനെ ഓർത്തുകൊണ്ടാണെന്ന് തോന്നുപോകും. ദരിദ്രരായ, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യം. ഈ വാക്യം അദ്ദേഹം എടുത്ത് പലയിടത്തും പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ബ്ലെസ്സഡ് ആർ ദ പൂർ ഇൻ സ്പിരിറ്റ് എന്ന് അദ്ദേഹം പ്രസംഗിക്കുമായിരുന്നു. എന്താ അതിൻ്റെ അർത്ഥം? ഇപ്പോൾ സാമാന്യമായി ലോകം നോക്കിയാൽ ദരിദ്രരുടെ കാര്യമല്ലേ പറഞ്ഞെന്ന് ചോദിക്കും. അത് ഭൗതികമായ നിലയിൽ വാണിജ്യവൽക്കരണ ഭാഗമായി ഉള്ള വ്യാഖ്യാനം. എന്നാൽ യേശു ക്രിസ്തു അത് ഉദ്ദേശിച്ചിട്ടേ ഇല്ല. ഈ പൂവർ പോവർട്ടി എന്നുള്ളതിൻ്റെ മൂല്യാർത്ഥം, ഏറ്റവും ആദ്യത്തെ അർത്ഥം ഭൗതികമായ വസ്തുക്കളുടെ അഭാവമോ നിഷേധമോ നിരാശമോ അല്ല.
അതിൻ്റെ അർത്ഥം അനഹങ്കാരം എന്നാണ്. അഹങ്കാരമില്ലാത്ത സ്ഥിതി, എൻ്റേത്, ഞാൻ സാധിക്കും, ഞാൻ വിചാരിച്ചാലും നടക്കും, ഇങ്ങനെയുള്ള താൻ പോരുമയുടെ ഒരു ഭാഷയുണ്ട്. അതിൽ നിന്ന് വളരെ അകന്ന് അത് വേറെ ആരുടെയോ ദാനമാണെന്നും അത് ഞാൻ സ്വീകരിച്ചതാണെന്നും പിന്നീട് എൻ്റേതാണെന്ന് അവകാശപ്പെടാൻ എനിക്ക് യാതൊരു അവകാശവും ഇല്ലെന്നും പൂർണ്ണമായി കരുതി അത് നടപ്പാക്കുന്ന ഒരു രീതിയാണ് ഈ ദാരിദ്ര്യം എന്നൊക്കെ പറഞ്ഞാൽ ഇത് എൻ്റേതാണെന്ന് അവകാശപ്പെടാതെ, അതാണ് ആത്മാവിൻ്റെ സൗന്ദര്യമോ ദാരിദ്ര്യമോ ഒക്കെ. ഭൗതിക വസ്തുക്കളുടെ അഭാവം അല്ല. ആത്മാവിൽ ആത്മീയമായ ദാരിദ്ര്യം എന്നൊന്നും പറയല്ല, അത് മഹാ തെറ്റാണത്. ആ വാക്യം വ്യാഖ്യാനിച്ചുകൊണ്ട് ആത്മീയമായ ദാരിദ്ര്യം എന്നൊക്കെ പറഞ്ഞു കളിച്ചുമാണ്. അങ്ങനെയല്ല ഇനി അർത്ഥം. അവിടെ ഒന്നിനെക്കുറിച്ചും അഹങ്കരിക്കാതെ, ഭാരതത്തിൽ വളരെ വേദങ്ങളുടെ കാലം മുതൽ തന്നെ ഉള്ളതാണ് അപരിഗ്രഹ എന്നൊരു ചിന്ത. പിന്നീടത് ശ്രീബുദ്ധൻ്റെ കാലത്ത് വന്നു. മഹാത്മജിയിലൂടെ വിനോബഭാവിയിലേക്ക് ഒഴുകി വന്ന ഒരു ചിന്തയാണ് ഇത് അപരിഗ്രഹ എന്ന് പറയുന്നത്. ഒന്നിനെയും പരിഗ്രഹിക്കാതിരിക്കുക, ഒന്നിനോടും അങ്ങനെ മനസ്സുകൊണ്ടൊരു അടുപ്പമോ പൊസസീവ്നെസ്സോ ഇല്ലാത്ത ഒരു സ്ഥിതിയാണ് അപരിഗ്രഹ എന്ന് വിളിച്ചിരുന്നു. അത് സന്യാസിമാരിൽ ഉണ്ടാകുമെന്നാണ് കണക്കുകൂട്ടൽ. ഞാൻ ഉൾപ്പെടെയുള്ള സന്യാസിമാർ ചിന്തിക്കുക, അപരിഗ്രഹ എന്നാൽ എന്താ? ഭരണവാസത്തിനുമേനി ഔപചാരികമായി ഒരു സന്യാസ സംഘത്തിലും പെട്ട ആളല്ല. പക്ഷേ അദ്ദേഹം ഒരു ഈഹിതോയമാണ്, കറതീർന്ന ഒരു സന്യാസിയാണ് അദ്ദേഹം. സംശയം വല്ലതും ഉണ്ടോ? അദ്ദേഹം ഉത്തമൻ. ഞാൻ കുറച്ച് നാളൊക്കെ അടുത്തൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് കണ്ടും കേട്ടുമൊക്കെയുള്ള അറിവിൽപ്പെട്ടിടത്തോളം അദ്ദേഹം ഇങ്ങനെ ഒരു പൊസസീവ്നെസ് ഒന്നിനോടും കാണിക്കാത്ത, നമ്മൾ ഭാഷയിൽ പോലും ഇതാ പഠിപ്പിക്കുന്നത്, എൻ്റേത് എനിക്കുള്ളതാണെന്ന് പറയാൻ. മൈൻ യുവേഴ്സ് ദേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ എന്തോ ആ ഗ്രാമറാണ് പഠിക്കുന്നത്. പക്ഷേ പഠിക്കുന്നത് എൻ്റേതാണ് എന്നുള്ള പൊസസീവ്നെസ്സാണ് പഠിപ്പിക്കുന്നത്. അറിയാതെ തൻകാര്യം പഠിപ്പിക്കുകയാണ് നമ്മൾ ഭാഷയിലൂടെ പോലും. ഭാരതവാസത്തിനുമേനി അദ്ദേഹം ഒരു സന്യാസിയായിരുന്നു. ഈ പറഞ്ഞ അപരിഗ്രഹ എന്നുള്ളതിനെ സ്വന്തം ജീവിതത്തിൽ അവസാനം വരെ പാലിക്കുകയും, അത് ഡോളറിനോടല്ല ഒന്നിനോടും അദ്ദേഹത്തിനൊരു കാമ്യം ഉണ്ടായിരുന്നില്ല, ആഗ്രഹമോ താല്പര്യമോ ഉണ്ടാകാതെ എല്ലാം അവിടെ തന്നെ വർഷിച്ചിട്ട് തിരിച്ചു പോകുന്ന, നിസ്വനായി തിരിച്ച് നാട്ടിലേക്ക് വരുന്ന, നിസ്വനായി ഈ ജീവിതത്തിൽ നിന്ന് പറന്നു പോകുന്ന ഒരു അസാധാരണ ആത്മാവിനെ നമുക്ക് കാണാം. ഇപ്പോൾ അവസാനം അദ്ദേഹത്തിൽ കണ്ട ഒരു മാലാഖയുടെ മുഖമാണ്. പാമ്പാടി ഏറായാലാണ് അദ്ദേഹം ഒടുവിൽ താമസിച്ചത്. അവിടെ ഒന്നിനോടും ഒരു അറ്റാച്ച്മെൻ്റ് ഇല്ലാതെ അദ്ദേഹം വളരെ വളരെ ലാളിത്യമുള്ളവരാണെന്ന് എല്ലാവരും പ്രസംഗിക്കുന്നില്ല. വൈകിട്ട് ഇവിടെ പ്രസംഗിച്ച് ഞാൻ ദൂരെ ഇരുന്ന് കേട്ടു. വളരെ ലാളിത്യം എന്നുള്ളത് പറഞ്ഞ് നിർത്തരുത്, അങ്ങനെയല്ലത്. അത് അദ്ദേഹത്തിൻ്റെ ആത്മീക സൗന്ദര്യത്തിൻ്റെ ഒരു ഭാഗമാണ് ആ ലാളിത്യം. അതെല്ലാത്തിലും, വേഷത്തിലും ഭക്ഷണത്തിലും മാത്രമൊന്നുമല്ല, എല്ലാ അളവിലും അർത്ഥത്തിലും യേശു ക്രിസ്തു പറഞ്ഞ അവർ ഭാഗ്യമുള്ളവരാണ് ആത്മാവിൽ ദരിദ്രരായവർ. അതായത് ഒന്നിനോട് ഒരു പൊസസീവ്നെസ് കാണിക്കാതെ, ലഭിച്ചതല്ലാതെ എന്ന് നമ്മൾ കാണാപ്പാടം പറയുമല്ലോ, ലഭിച്ചതല്ലാതെ എന്തുള്ളൂ, ഇതൊന്നും എൻ്റേതല്ല നമ്മൾ പാട്ട് പാടും. എല്ലാം അവിടുത്തെയാണ്, ഇതൊന്നും എൻ്റേതല്ലാതെ പാട്ട് പാടി എഴുതി ചോദിച്ചു നമ്മുടെ ഭാര്യ പോക്കറ്റിലോട്ട് പോകുന്നവരാണ് നമ്മൾ. അത് പാട്ട് പാടലൊക്കെ എളുപ്പമാണത്. ഇതൊന്നും എൻ്റേതല്ലാതെ സമ്മതിക്കുമോ? ഇതെൻ്റെ അല്ലെന്ന്. ഈ വീട്ടിലിരിക്കുന്ന കൂറാറ് ആരുടെയാണ്? ചെമ്പാച്ചും പറയും എൻ്റേതാണ്. എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും ഇത് എൻ്റേതാണെന്ന് പറയും. ഇതാണ് നമ്മുടെ ഭാഷ. അത് നമ്മൾ പഠിച്ചിരിക്കുന്ന ഭാഷയാണ്. ആ ഭാഷയാണ് അന്തരാത്മാവിലേക്ക് വേറിറങ്ങി ഭാഷ സ്വഭാവത്തിലൂടെ, ഭാഷണത്തിലൂടെ പുറത്തു വരുന്നത്. എന്നാൽ ഇദ്ദേഹം വളരെ വിഭിന്നനായിരുന്നു മറ്റ് ആളുകളിൽ നിന്ന്, മെത്രാപ്പോലീത്തന്മാരിൽ നിന്ന്, സന്യസ്തരിൽ നിന്നൊക്കെ അല്പം വ്യത്യാസമുള്ള ഒരാളായത്. വ്യത്യാസമുള്ളതിനെയാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. സാധാരണയുള്ളതിനെ ആരും കെയർ ചെയ്യത്തില്ല. അല്പം വ്യത്യാസം കണ്ടാൽ അത് ശ്രദ്ധിക്കും. അതാ നമ്മുടെ പല ബിരുദന്മാർ ഈ പ്രീ ഡിഗ്രി ക്ലാസ്സിലും ഒക്കെ, ഡിഗ്രി ആകുമ്പോൾ ഇച്ചിരി സീരിയസ് ആണ്. പ്രീ ഡിഗ്രി ക്ലാസ് തുടങ്ങി കഴിഞ്ഞാൽ അറ്റൻഡൻസ് എടുത്ത് തയ്യാറാകുമ്പോഴാണ് ചില വിദ്യാന്മാർ കയറി വരുന്നത്. ഇങ്ങനെ അവന്മാർ എന്തിനാണ് താമസിച്ചത്? നേരത്തെ വന്നതാണ്, പക്ഷേ കയറുകയല്ല. എന്താ കാര്യം? എല്ലാവരും ഒന്ന് നോക്കണം, അത്രയേ ഉള്ളൂ. അപ്പോൾ വ്യത്യസ്തരായി കാണപ്പെടാനാണ് എല്ലാവർക്കും താല്പര്യം. പറഞ്ഞാലും സമ്മതിച്ചാലും ഇല്ലെങ്കിൽ അല്പ വ്യത്യാസമൊക്കെ വേണ്ടേ?
എന്തെങ്കിലും വ്യത്യാസം വേണ്ടേ? നമ്മുടെ അന്തരിച്ചു പോയ ക്രിസോസ്റ്റം തിരുമേനി, അദ്ദേഹം പതിവില്ലാത്ത വിധം കോറപ്പീസ്കോപ്പന്മാരുടെ കൂട്ട് ഒരു കൂട്ടിക്കുപ്പായമൊക്കെ മേളിലിട്ടുകൊണ്ടാണ് നടക്കുന്നത്, പല കളറിലുള്ളത്. അപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു, ഇതെന്താ ഇതിൻ്റെ അർത്ഥം? ഓ, എന്തെങ്കിലും ഒരു വ്യത്യാസം വേണ്ടേ എന്ന് അദ്ദേഹം നർമ്മത്തിൽ കുഴച്ച് പറയും, എന്തെങ്കിലും ഒരു വ്യത്യാസം വേണ്ടേ. ഇദ്ദേഹം അങ്ങനെ വ്യത്യാസത്തിന് വേണ്ടി വ്യത്യാസം ഉണ്ടാക്കിയ ആളല്ല. അദ്ദേഹം പലതിലും വ്യത്യസ്തനായിരുന്നു. അതാണ് അദ്ദേഹത്തെ പ്രത്യേകതയും വ്യതിരിക്തനാക്കുന്ന ഒരു കാര്യം. അത് കേവലം ഇന്ന ഡീറ്റെയിൽസ് എന്ന് പറയാനില്ല, എല്ലാറ്റിലും വ്യത്യാസമാണ്. ഒരു സഭാ നേതാവ് എങ്ങനെ ഒരു മാതൃകാപരമായി ലാളിത്യമുള്ളവനായി മാതൃകാ പുരുഷനായി ഒന്നിനോടും അറ്റാച്ച്മെൻ്റ് ഇല്ലാതെ ജീവിക്കുന്നതിന് സാധിക്കുമോ എന്ന് ആയുസ് മുഴുവനും ശ്രമിച്ച് ഏകദേശം വിജയിച്ച ഒരാളാണ് ഇദ്ദേഹം. എങ്ങനെയായിരിക്കണം ഒരു മതനേതാവ്, ഒരു സഭാ ചേർച്ച് ഫാദർ എങ്ങനെ ആയിരിക്കണം? അതിൻ്റെ ഒരു നിർവചനം തേടിപ്പോകുന്നവർക്കും പെട്ടെന്ന് കിട്ടാവുന്ന ഒരു സ്റ്റേഷൻ ബർന്നബാസ് തിരുമേനിയാണ്. ഇങ്ങനെയും ആകാം. അത് കണ്ടാൽ നമുക്ക് മനസ്സിലാവുകയില്ല, പലർക്കും മനസ്സിലാവുകയില്ല. ഇങ്ങനെയും ജീവിക്കാം. എല്ലാവർക്കും ധാടിയായിട്ട് നടക്കണം, പണം, അധികാരം, സ്ഥാനം, ഇതൊക്കെയാണ് ലോകം അന്വേഷിച്ച് പോകുന്ന ദണ്ഡമോ മാനദണ്ഡങ്ങളോ ഒക്കെ. എന്നാൽ ഇതൊന്നും അദ്ദേഹത്തെ അശേഷം സ്പർശിച്ചില്ല, ആകർഷിച്ചുമില്ല. ഇവിടെയും അവിടെയും. അവിടെ അദ്ദേഹത്തെ ടെസ്റ്റ് ചെയ്തു. ഇടുക്കിയിലോ അല്ലെങ്കിൽ അങ്കമാലിയിലോ കോട്ടയത്തോ ഒക്കെ അദ്ദേഹം സഹായിയായിരുന്നത്. ഇടുക്കിയിലെ മെത്രാപ്പൊലീത്തായുമായിരുന്നു. അപ്പം നമുക്ക് വിചാരിക്കും ഈ തിരുവിതാംകൂറിലെ അദ്ദേഹം വിജയിക്കത്തുള്ളൂ, ഇവിടെ ഇതൊക്കെ നടക്കും. അമേരിക്കയിൽ ചെന്നാൽ വല്ലതും നടക്കാൻ പോകുന്നുവെന്ന്. അവിടെ നടക്കുകയും ഇരിക്കുകയും ഒക്കെ ചെയ്തു. അമേരിക്കയിൽ ചെന്നിട്ടും ബർന്നബാസ് തിരുമേനിക്ക് യാതൊരു മാറ്റവുമില്ല. ഇവിടെ അദ്ദേഹം ഉപയോഗിച്ച് തോർത്ത് മടക്കി വെച്ചുകൊണ്ട് അദ്ദേഹം അമേരിക്ക പോയെന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കത്തില്ല. അതാണ് അദ്ദേഹത്തിൻ്റെ ആത്മാവിൽ. അത് ആരും പറഞ്ഞിട്ടൊന്നുമല്ല. അവിടെയും ഏത് ഭൂഖണ്ഡത്തിൽ ചെന്നാലും മനുഷ്യരുള്ള സ്ഥലത്തില്ലാത്തിരുന്നാലും ബർന്നബാസ് തിരുമേനി ബർന്നബാസ് തന്നെ ആയിരിക്കും. അദ്ദേഹം സന്ധ്യയ്ക്ക് പ്രാർത്ഥിക്കാൻ നിന്നാൽ അവിടെ ബെൽറോസിലെ ആദ്യത്തെ അരമനയിൽ, ഇപ്പം മട്ടൺ ടൗണിലോട്ട് മാറി, സന്ധ്യയ്ക്ക് നിന്നാലും പ്രഭാതത്തിൽ നിന്നാലും ഉടനെ ഒരു പാട്ട് പാടും. ആ പാട്ട് ഈ പഴയ വടക്കൻ പ്രദേശങ്ങളിലുള്ള സുവിശേഷ ഗാനങ്ങളാണ്. പകൽ വന്നുപോയി എന്ന് പറഞ്ഞൊക്കെ ഒരു പാട്ടുണ്ട്. രാവിലെ അതുപോലെ തന്നെ അദ്ദേഹത്തിന് മാത്രമേ അറിയത്തുള്ളൂ അത് ചൊല്ലാൻ. കൂടെ നിൽക്കുന്നവർക്ക് എന്നാലും ചൊല്ലിയിരിക്കും. അത് എന്തുകൊണ്ടോ എനിക്കറിഞ്ഞൂടാ. അദ്ദേഹത്തിൻ്റെ പാട്ടൊന്നും അത്ര വലിയ ട്യൂണൊന്നുമുള്ള പാട്ടല്ല. ഉസ്താദ് തിരുമേനിയെ പോലെ തന്നെ. ഉസ്താദ് തിരുമേനി എഴുതും, പക്ഷേ പാടാനറിയാമെന്ന് വിചാരിച്ചു. ഇദ്ദേഹം നല്ല പാടും, പക്ഷേ ഒരു ട്യൂണും അറിയാൻ വയ്യ ബർന്നബാസ് തിരുമേനി. ഈ പക്ഷികളൊക്കെ ചിലപ്പോൾ ചില മരക്കൊമ്പലൊന്ന് എഴുന്നേറ്റ് പോകുന്ന പാട്ട് പാടും. ചിലച്ചോട്ടാണ് പോകുന്നത് ചില പക്ഷി. ചിലത് അവിടെ വരുന്ന വഴിക്ക് പാടി അവിടെ ഇരിക്കും. ഇതൊക്കെ പ്രകൃതിയിൽ കാണുന്നതാണ്. ബർന്നബാസ് തിരുമേനി ഇങ്ങനെ പാട്ട് പാടും. അദ്ദേഹത്തിൻ്റെ ആത്മാവിലുണ്ടായിരുന്നെന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയാൻ എനിക്ക് ധൈര്യമില്ല. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ സ്വർഗത്തിൻ്റെ ഗാനമുണ്ടായിരുന്നു, കവിതയുണ്ടായിരുന്നെന്ന് ഞാൻ പറയും. ഭൗതികമായിട്ടുള്ളതല്ല. അദ്ദേഹം എഴുതി വെക്കുന്നത് സുന്ദരമായ ഇംഗ്ലീഷാണ്, സുന്ദരമായ മലയാളമാണ്. പ്രഭാഷണം വളരെ ലളിതമാണ്. മിക്കവാറും ഒറ്റ വിഷയമേ ഉള്ളൂ പ്രസംഗത്തിൽ, ലവ്. അത് അദ്ദേഹം പറയുന്നത് തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകതയിൽ ലവ് എന്നൊക്കെ പറഞ്ഞാണ് ഈ പ്രസംഗിക്കുന്നവരെ. ഇതാ എല്ലാ പ്രസംഗത്തിലും ഇതാണ് പറയുക. അത് മനസ്സിൽ ചില നിർബന്ധങ്ങളുണ്ട്. അത് നല്ല നിർബന്ധങ്ങളാണ്, വാശിയല്ല, നിർബന്ധം. ഇന്ന കാര്യം ഇന്നതുപോലെ ആയിരിക്കണം. അത് അദ്ദേഹത്തിൽ ഊറിക്കൂടിയിരിക്കുന്ന വിശ്വാസത്തിൻ്റെ ഉറപ്പാണ്. അതനുസരിച്ച് ഇങ്ങനെ ആയിരിക്കണം. സ്ലീവ് ആഘോഷം നടത്തിയാൽ അവിടെ ഒരു ഭീമ ഉണ്ടായിരിക്കണം. അത് മനസ്സിൽ തോന്നുന്നതാണ്. അതിന് സ്റ്റൂൾ കൊണ്ടുവന്നെങ്കിലേ നടത്തത്തുള്ളൂ. അത് സ്റ്റൂൾ അവിടെ വിട്ട് വെച്ചിട്ട് അതേ കയറി നിന്ന് മറിഞ്ഞു പോകും, ചിലവർ കയറി പിടിക്കും. ഇങ്ങനെയൊക്കെ നമ്മൾ കണ്ടാൽ തോന്നുന്നു, നമ്മൾ ചിരിക്കും. പക്ഷേ അദ്ദേഹത്തിന് ചിരിയില്ല. വളരെ സന്തോഷമായി എല്ലാം ചെയ്യും. ഭക്ഷണം കഴിക്കുന്നതും എല്ലാം കൊണ്ട് വെച്ചാൽ 2 പാത്രം വേണം. നമ്മൾ ഇതെന്തിനാണ് ചോദിക്കും. അദ്ദേഹത്തിന് ചില നിർബന്ധങ്ങളാണ് അതൊക്കെ. ഇത് വളരെ സിമ്പിളാണ്. ഞാൻ ആദ്യം പഠിക്കാൻ അമേരിക്കയിൽ ചെന്നപ്പോൾ എന്നെ സ്വീകരിക്കാൻ എയർപോർട്ടിൽ വന്നു, കന്നഡി എയർപോർട്ടിൽ. അവിടെ ദൂരെ നിന്ന് അദ്ദേഹം അവിടെ വന്നു. ഞാൻ എപ്പോഴും ഓർക്കും എന്തിനാണ് അദ്ദേഹം വന്നത്. ഞാൻ ചോദിച്ചു എന്തിനാണ് ഇതുവരെ ഇങ്ങോട്ട് വരേണ്ട കാര്യം. അതല്ല, ഞാൻ വരും. അപ്പോൾ അങ്ങനെ വളരെ ലളിതമായി അദ്ദേഹം വളരെ ആദരവോടുകൂടെ എല്ലാവരെയും സ്വീകരിക്കും. പലത്തിലും അഭിപ്രായ വ്യത്യാസം കാണും. ഇടയ്ക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും. അതൊക്കെ പറയുകയും ചെയ്യും ഓപ്പണായിട്ട്. അത്രേ ഉള്ളൂ, പറയുമ്പോൾ അതൊക്കെ തീരും. അങ്ങനെ ഒന്നും മറച്ചു വെക്കാത്ത നാട്യമില്ലാത്ത ഒരു മനുഷ്യനായി.
അതാ ശ്രദ്ധിക്കേണ്ടത്. യാതൊരു നാട്യവും ഇല്ലാത്ത ഒരാൾ ഉള്ളത് അതുപോലെ അങ്ങ് വെളിപ്പെടുത്തും, ഒന്നും മറച്ചു വെക്കാനില്ല. ക്രിസോസ്റ്റം നമ്മുടെ ഇവിടെ സ്വാമിയെ കാണാൻ പോയ കാര്യം കേട്ടിട്ടില്ലേ? മള്ളൂർ നമ്പൂതിരിയെ മരിച്ചു പോയല്ലോ. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അദ്ദേഹം അമ്പലത്തിൽ പോയി, തൊട്ടടുത്ത. അപ്പോൾ ഇത് അവിടെ കാത്തിരുന്നു കാണാൻ വേണ്ടി. അപ്പോൾ കുറേ കഴിഞ്ഞപ്പം ആ തിരുമേനി ഈ തിരുമേനിയെ കാണാൻ വന്നു. അദ്ദേഹം നമ്പൂതിരി അയാൾ തിരുമേനി എന്ന് വിളിക്കും. അപ്പോൾ വന്നിരുന്നു. രണ്ടുപേരും ഉപചാരമൊക്കെ പറഞ്ഞ് കുശലപ്രശ്നമൊക്കെ നടത്തി കഴിഞ്ഞ് ഇദ്ദേഹത്തിൻ്റെ കമൻറ്റ്, ഈ തിരുമേനി നോക്ക് എത്ര ഉടുപ്പായിട്ടിരിക്കുന്നത്. സ്വന്തം കാര്യമാണ്. അദ്ദേഹം ഒരു ഉടുപ്പ് അതിൻ്റെ പുറത്ത് എല്ലാം ഇട്ട് ലോഹയെല്ലാം ഇട്ട്, പിന്നെ ഈ ഭാരതീയ ഇന്ത്യക്കാരൻ മുണ്ടാണ് കൊടുക്കുന്നത് അദ്ദേഹം ഉള്ളിൽ. അത് പലർക്കും അറിയാൻ മേലായിരിക്കും. അതെല്ലാം ഇട്ടൊരു 5-6 കൊണ്ട് പുറത്ത്. അദ്ദേഹം പറഞ്ഞു, ഞാൻ എത്ര ഉടുപ്പായിട്ടിരിക്കുന്നത്, ഈ തിരുമേനിക്ക് എത്ര ഉണ്ട്? ഒരൊറ്റ കൊണ്ടുകൊണ്ട് ഒരു പുതപ്പുണ്ട്, ഫിനിഷ്, വേറൊന്നുമില്ല. എന്നിട്ട് പറഞ്ഞു, എന്താ കാര്യമെന്നറിയാമോ? ഞങ്ങൾക്ക് ഒരുപാട് കാര്യം ഒളിച്ചു വെക്കാനുണ്ടല്ലോ, ഇദ്ദേഹത്തിന് അതില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് എല്ലാം ഉണ്ട്. അത് നമ്മൾ വ്യാഖ്യാനിക്കണം എന്താ അതിൻ്റെ അർത്ഥം എന്നുള്ളത്. അങ്ങനെ ഈ മഹാനുഭാവനായ ചെറിയ മനുഷ്യൻ എന്താണ് സഭയിൽ ഇങ്ങനെ ഉള്ള ആളുകളുണ്ടായിരുന്നു. പത്രോസ് ഫൊറോസ്താത്യോസ് തിരുമേനി, പരിമല തിരുമേനി, ഈ വർദ്ധവാസിനിയൊക്കെ കൃശഗാത്രരാണ്. ഏകദേശം അവരുടെ ആകാരം ഒരുപോലെ തന്നെ ഇരിക്കും. എന്നാൽ അവരുടെ ഭാവത്തിൽ, സംഭാഷണത്തിൽ, അവരുടെ പ്രാർത്ഥനാശീലത്തിലൊക്കെ നോക്കിക്കൊള്ളൂ. അത് വളരെ ഉന്നതമാണ്. നമ്മൾ ഈ സാമാന്യ വ്യാപാരങ്ങളിൽ നിന്ന് ഉയർന്നു നിന്ന ഒരു സാധാരണക്കാരനായിരുന്നു അദ്ദേഹം. അപ്പോൾ ആത്മാവിലൊരു വെളിച്ചമുണ്ടായിരുന്ന, ഒരു നേരിൻ്റെ വെളിച്ചമുണ്ടായിരുന്നയാൾ. ആ വെളിച്ചം അദ്ദേഹം ഇങ്ങനെ സൂക്ഷിച്ചു വെക്കും, ഒരിക്കലും കെട്ടുപോകാൻ സമ്മതിക്കുന്നില്ല അവസാനം വരെ. അങ്ങനെ അദ്ദേഹം 88 വർഷം ജീവിച്ചല്ലോ. 88 വർഷവും ഈ പ്രകാശവും കൊണ്ടാണ് അദ്ദേഹം ജീവിച്ചത്. അദ്ദേഹം സമാധിയാകാൻ ഈ സ്ഥലം തന്നെ അദ്ദേഹം തിരഞ്ഞെടുത്തതാണെന്ന് എനിക്കറിയാം. ഇവിടെ അദ്ദേഹം ശാന്തമായി ഉറങ്ങുന്നു. ദൈവത്തിൻ്റെ സന്നിധിയിൽ അദ്ദേഹം മഹാനാണ്. അദ്ദേഹം ഒരു വിശുദ്ധമായി ജീവിച്ച ആൾ. വിശുദ്ധനാണെന്ന് പറയാൻ എനിക്ക് അവകാശമില്ല, പക്ഷേ വിശുദ്ധനായി ജീവിച്ച ഒരാളാണ്. ഒരു കളങ്കവും ആരും ഇന്ന് വരെ വർദ്ധവാസിനിയുടെ നേരെ വിരൽ ചൂണ്ടി പറയാൻ ഇടയായിട്ടില്ല. സമ്മതിക്കാമോ? ഒരു കളങ്കവും അദ്ദേഹത്തിൽ കണ്ടിട്ടില്ല. അവിടെയും ഇവിടെയും എല്ലാം സുതാര്യമാണ്, ഒന്നും മറച്ചു വെക്കാനില്ല. ബാങ്ക് അക്കൗണ്ട് ആയാലും ഇപ്പോൾ എല്ലാം സുതാര്യമാണ്. ഒന്നും അദ്ദേഹം ഹൈഡ് ചെയ്യാനായിട്ടൊന്നും ഇല്ലാത്ത ഒരു പച്ച മനുഷ്യൻ ദൈവത്തിൻ്റെയും മനുഷ്യൻ്റെയും മുമ്പിൽ. അതുകൊണ്ട് നമുക്ക് വലിയൊരു പിതാക്കന്മാരുടെ കൂട്ടത്തിൽ ഒരു നിക്ഷേപമാണ് അദ്ദേഹം. ലോകം അംഗീകരിക്കത്തില്ലായിരിക്കാം, പക്ഷേ ദൈവത്തിൻ്റെ മുമ്പിൽ മഹാനാണ് അദ്ദേഹം. നിഷ്കളങ്കനായ ഈ വിശുദ്ധനായ പിതാവിനെ സ്മരണ സഭയ്ക്ക് മുഴുവൻ അനുഗ്രഹത്തിനായി തീരട്ടെ. അദ്ദേഹത്തിൻ്റെ സ്മരണയെ ആദരിക്കുന്ന നമ്മുടെ മേലും ദൈവത്തിൻ്റെ കരുണ ഉണ്ടായിരിക്കട്ടെ. ദൈവത്തിൻ്റെ സ്തുതി.